സർ റെക്കോർഡിംഗ് തുടങ്ങിയിട്ടില്ലാണോ? നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. നമസ്തേ സർ. നമസ്തേ സർ. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയത എല്ലാ പക്ഷക്കാർക്കും ഉന്നതമായിട്ടുണ്ട്. ഇനി 6ാം അധ്യായമല്ലേ? അതെ അതെ. ഏകാദശസ്കന്ധം അധ്യായം 6. അഥ ബ്രഹ്മാത്മദേവൈ പ്രദേശീരാവൃതോഭ്യഗാത് ഭവശ്ച ഭൂതഭവ്യേഷോ ഏവോ ഭൂതഗണയോ കൃതാം. അഥ അനന്തരം ബ്രഹ്മാത്മജൈഹി ദേവൈ ബ്രഹ്മപുത്രന്മാരാലും ദേവന്മാരാലും. ബ്രഹ്മപുത്രന്മാരും ദേവന്മാരും എന്ന് പ്രത്യേകം പറഞ്ഞ ബ്രഹ്മാവിന്റെ പുത്രന്മാർ സനകാദികളും സപ്തർഷിമാരും പ്രജാപതിമാരും എന്നിങ്ങനെ പോകുന്നവരാണ്. അതുകൊണ്ട് ബ്രഹ്മ ആത്മജൈഹി ബ്രഹ്മപുത്രന്മാരായ സനകാദികളാലും ദേവൈഹി ദേവന്മാരാലും പ്രജേശൈഹി പ്രജാപതിമാരാലും ആവൃതനായിട്ട് അഭ്യഗാൽ എത്തിച്ചേർന്നു. ഭവശ്ച ശിവനും ഭൂതഭവ്യേഷോ ഭൂത ഉണ്ടായതിനും ഉണ്ടാകാൻ പോകുന്നതിനും ഈശനായ ഭൂതഭവ്യേശൻ. വിഷ്ണുഭവനിൽ ഭൂതഭവ്യ ഭവത് പ്രഭു എന്നൊക്കെ പറയും. ഭൂതഭവ്യ ഈശ, ഭൂതത്തിന്റെയും ഭവ്യത്തിന്റെയും ഉണ്ടായതും വരാൻ പോകുന്നതിനുമായ ഈശ്വരനും ഭൂതഗണൈഹി വൃതഃ ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് യയൗ യാത്ര പുറപ്പെട്ടു ദ്വാരകയിലേക്ക് പോയി. ഈ ബ്രഹ്മാവ് മുതലായ ദേവന്മാരൊക്കെ ദ്വാരകയിലേക്ക് യാത്രയായി എന്ന് പറയാം. ഭഗവാനെ നേരിട്ട് കണ്ട് സ്തുതിക്കാനാണ്. എന്തിനാണ്? സ്തുതിച്ചിട്ട് വന്ന കാര്യം സാധിച്ചു, നീ തിരിച്ചങ്ങോട്ട് വരണ്ടേ എന്ന് ചോദിക്കാനാണ്. പോയ വഴി അങ്ങ് പോയി, ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ട് സുഖമായി വസിച്ചു, ഇനിയും തിരിച്ചങ്ങോട്ടില്ലേ, ഇതൊന്ന് ചോദിക്കണം. ബ്രഹ്മാവ് ചെന്ന് കാല് പിടിച്ച് സ്തുതിച്ച് കിണഞ്ഞ് അപേക്ഷിച്ചിട്ടാണ് കൃഷ്ണനായി അവതരിച്ച് ഭൂമിയിൽ വന്ന് ദുഷ്ടനിഗ്രഹം ചെയ്തത്. അതും കഴിഞ്ഞ് തിരിച്ച് അവിടെ യഥാസ്ഥാനത്ത് വൈകുണ്ഠത്തിലെത്തണം. പക്ഷെ അവിടെ വരുന്നില്ല. അതിന്റെ സമയമായിട്ടുണ്ടല്ലോ എന്ന് ഒന്ന് ധരിപ്പിക്കണ്ടേ എന്നിവർക്കെല്ലാം കൂടെ തോന്നി. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഭഗവാനെ സ്തുതിച്ച് ഉദ്ധവരും ഭഗവത് പൂജയോട് കൂടി ആ ഭഗവത് പാദത്തോട് ചേർക്കണമെന്ന് അപേക്ഷിക്കുന്നത്. ഈ 2 വിഷയങ്ങളാണ് ഈ 6ാം അധ്യായത്തിലെ വിഷയം എന്ന് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും 5 അധ്യായങ്ങളെ കൊണ്ട് ഒരു ജീവാത്മാവ് എങ്ങനെയാണ് തൻ്റെ ജനനത്തിന് കാരണമായ പരമാർത്ഥ ചൈതന്യത്തിലേക്ക് ലയിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു. അതായിരുന്നു സെയിം 5 അധ്യായങ്ങളുടെ വിഷയം. ഇനിയുള്ള ഏതാണ്ട് 24 അധ്യായങ്ങളിലൂടെ
സായുജ്യം എന്ന മുക്തിയെക്കുറിച്ച് മാത്രമാണ് പറയുക. അതാണ് വിഷയം. ഇതാണ് ഏകാദശം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ 24 അധ്യായങ്ങൾ കൂടി അത് വിസ്തരിച്ചു പറയുക. അതുകൊണ്ടാണ് അഥ എന്ന ശബ്ദം ഇവിടെ പ്രയോഗിച്ചത്. ഇത്രയും അധ്യായങ്ങളിൽ അഥശബ്ദം പ്രയോഗിച്ചിട്ടില്ല. അഥശബ്ദം മംഗളവാചകമാണ് പലപ്പോഴും. ഏകാദശത്തിന്റെ തുടക്കം ഇവിടെയാണ്. അഥാദോ ബ്രഹ്മജിജ്ഞാസ എന്നും ബ്രഹ്മസൂത്രം ആരംഭിക്കുന്നതും അഥശബ്ദം കൊണ്ടാണ്. അഥശബ്ദം കൊണ്ട് ഇതുവരെയുള്ള യോഗ്യത നേടിയ ആൾ എന്നും ഈ ബ്രഹ്മസൂത്രം എഴുതുന്നതിന്റെ മംഗളസ്തുതിയാണ് അഥശബ്ദം എന്നും കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ പലരും ബ്രഹ്മസൂത്രം പഠിക്കാൻ തുടങ്ങിയപ്പോൾ കുറെ നാളുകൾക്ക് മുമ്പ് പഠിച്ചു കാണണം. അപ്പൊ ഈ അഥശബ്ദത്തിന്റെ ഉദ്ദേശ്യം ഇത് രണ്ടും ചേർത്താണ്. അതുകൊണ്ട് രണ്ടർത്ഥത്തിനും ഇവിടെ അഥശബ്ദം യോജിക്കും. ഇതുവരെയുള്ള ബ്രഹ്മവിഷയത്തിലേക്ക് കടക്കാൻ പോകുന്ന മുക്തി മോക്ഷമെന്ന വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ ഒരു ചവിട്ടുപടിയാണ് ഇവിടെ അഥശബ്ദം. അത് മംഗളദ്യോതകവുമാണ്. അതുകൊണ്ടാണ് അഥ അനന്തരം എന്ന് നമുക്ക് ലൗകിക ഭാഷയിൽ അർത്ഥം പറയാം. ബ്രഹ്മപുത്രന്മാരായ പനകാദികളായ ഋഷിമാരും പ്രജാപതിമാരെ മരീചി മുഖ്യന്മാരായ ഋഷിമാരും ഇവരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ബ്രഹ്മാവും ഇതുവരെ ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ എല്ലാവർക്കും ഈശ്വരനായി ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ട് സാക്ഷാൽ പരമശിവനും ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് എത്തിച്ചത്. ഒരു ആമുഖം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അഥ ബ്രഹ്മാത്മജേ ദേവേ പ്രജേശേരാവൃതഭ്യഗാത് ഭവശ്ച ഭൂതഭവ്യേഷു യയോ ഭൂതഗണേർവൃതാം. അഥ ബ്രഹ്മാത്മജേ ദേവേ പ്രജേശേരാവൃതഭ്യഗാത് ഭവശ്ച ഭൂതഭവ്യേഷു യയോ ഭൂതഗണേർവൃതാം. അഥ ബ്രഹ്മാത്മജേ ദേവേ പ്രജേശേരാവൃതഭ്യഗാത് ഭവശ്ച ഭൂതഭവ്യേഷു യയോ ഭൂതഗണേർവൃതാം. ഇന്ദ്രോ മരുത് ഭഗവാൻ ആദിത്യാവസോശ്വിനൗ ഋഭവോ അങ്കിരഭോ രുദ്രാ വിശ്വേ പാഠ്യശ്ച ദേവതാ. ഗന്ധർവ്വപ്സരസോ നാഗാഃ സിദ്ധചാരണഗുഹ്യകാ ഋഷയ പിതരശ്ചൈവ വിദ്യാധരകിന്നരാം ദ്വാരകാമുപസഞ്ജഗ്മുഃ സർവേ കൃഷ്ണദിവക്ഷവാ. ആരൊക്കെയാണ് എത്തിയെന്ന് 2 ശ്ലോകത്തിൽ ബോധ്യപ്പെടുത്തുക. ഇന്ദ്രൻ, മരുദ്ഭിഹി മരുത്തുകളോടുകൂടി ഇന്ദ്രൻ. ഭഗവാൻ ഇവിടെ ഇന്ദ്രനെ വിളിച്ചാണ്. ആദിത്യൻ, അഷ്ടവസുക്കൾ, അശ്വിനി ദേവതകൾ, ഋഭുക്കുകൾ, ഋഭവ, അങ്കിരഫുകൾ, രുദ്രന്മാർ, വിശ്വദേവന്മാർ, സ്വാധ്യന്മാർ, ദേവതകൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, നാഗങ്ങൾ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗുഹ്യകന്മാർ, ഋഷിമാർ, പിതൃക്കൾ, വിദ്യാധര കിന്നരന്മാർ, ഇത്രയും പേര് ദ്വാരകാം ഉപസംജഗ്മു, ദ്വാരകയിലേക്ക് എത്തി. സർവേ കൃഷ്ണദീക്ഷവ. എല്ലാവരുടെയും ഉള്ള ഒറ്റ ആഗ്രഹമുള്ള കൃഷ്ണനെ കാണണം എന്ന് മാത്രം. കൃഷ്ണ ദിദൃക്ഷവ, കൃഷ്ണനെ ദ്രഷ്ടും ഇച്ഛവ, കാണാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ഒരു സംഘം ആൾക്കാർ ഒന്നിച്ച് ഒരു ദിവസം ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. ഇന്ദ്രോ മരുദ്ധ ഭഗവാനാദിത്യാവസോശ്വിനോ ഋഭോ അങ്കിരഫോ രുദ്ര വിശ്വേ പാഠ്യശ്ച ഗന്ധർവ്വപ്സരസോ നാഗാഃ സിദ്ധചാരണഗുഹ്യകാം ഋഷയ പിതരശ്ചൈവ സവിദ്യാധരകിന്നരാം ദ്വാരകാം ഉപസഞ്ജഗ്മുഃ സർവേ കൃഷ്ണദിദൃക്ഷവാം. ഇന്ദ്രോ മരുദ്ധ ഭഗവാൻ ആദിത്യാവസോശ്വിനോ ഋഭോ അങ്കിരഫോ രുദ്ര വിശ്വേ പാഠ്യശ്ച ദേവതാം ഗന്ധർവ്വപ്സരസോ നാഗാഃ സിദ്ധചാരണഗുഹ്യകാം ഋഷയ പിതരശ്ചൈവ സവിദ്യാധരകിന്നരാം ദ്വാരകാമുപജഗ്മുഃ സർവേ കൃഷ്ണദിദൃക്ഷവാം.
വപുഷായേന ഭഗവാൻ നരലോകമനോരമാം യശോ വിതേനേ ലോകേഷു സർവലോകമലാപഹം. വപുഷ ശരീരം കൊണ്ട്, ഏന യാതൊരുവനാൽ, ഭഗവാൻ നരലോക മനോരമ നരലോകത്തിലുള്ള എല്ലാവരുടെയും മനസ്സിനെ രമിപ്പിച്ചവനാണ് ഭഗവാൻ. നരലോക മനോരമ നരലോകത്തിലുള്ളവരുടെ മനസ്സിനെ രമിപ്പിച്ചവനായ ഭഗവാൻ ഏന വപുഷ യാതൊരു ശരീരം കൊണ്ട് യശോ വിതേനെ യശസ്സിനെ ചെയ്തു, വിതേനെ ചെയ്തു, ലോകേഷു സർവലോകമലാഭ ലോകങ്ങളിൽ യശസ്സിനെ ചെയ്തു. അത് സർവലോകമലാപഹമായ യശസ്സിനെ ചെയ്തു. എല്ലാ ലോകത്തിലുമുള്ള എല്ലാ ജനങ്ങളുടെയും മരങ്ങളെ, മാലിന്യങ്ങളെ, പാപങ്ങളെ നശിപ്പിക്കുന്നതായ കീർത്തി ലോകങ്ങളിൽ പരത്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. എന്നെ ക്ലാസ്സിലാണല്ലോ, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നത്, ഒരു 4 കഴിഞ്ഞിട്ട്. വപുഷായേന സ്വന്തം ശരീരം കൊണ്ട് തന്നെ ലോകത്തുള്ള മനുഷ്യരെയൊക്കെ സന്തോഷിപ്പിച്ച് അവരുടെ ഉള്ളിലുള്ള പാപത്തെയൊക്കെ കളഞ്ഞ് ലോകങ്ങളിലുള്ള എല്ലാവർക്കും യശസ് വിധാനം ചെയ്തവനായ ആ ഭഗവാനെ കാണാനാണ് ഇവർ വരാൻ കാരണം. ഇതെന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചിന്ത? ഇവര് ഭഗവാനെ മുമ്പ് കണ്ടിട്ടില്ലയോ? ഉണ്ടല്ലോ, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇവരെല്ലാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണാൻ വന്നതിന്റെ ഉദ്ദേശ്യം ഈ അവതാര സ്വരൂപത്തെ കണ്ടിട്ടില്ല, എല്ലാവരും കൂടി കണ്ടിട്ടില്ല. ഓരോരുത്തരും ഇടയ്ക്കിടയ്ക്ക് ചില സന്ദർഭങ്ങൾ ഇങ്ങനെ സൂചനയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അവതാര സ്വരൂപമായ കൃഷ്ണനെ, ഭൂമിയിലുള്ള കൃഷ്ണനെ, ഭൂമിയിൽ മധുരയിൽ ജനിച്ച കൃഷ്ണനെ ഇവരാരും കണ്ടിട്ടില്ല. ഇവരൊക്കെ മേളിൽ നിൽക്കാറേ ഉള്ളൂ. ദൂരെ വന്ന് ചിലപ്പോൾ കൈകൂപ്പാറൊക്കെ ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അടുക്കൽ വന്ന് കൃഷ്ണനുമായിട്ടൊരു സംഭാഷണം ചെയ്യാൻ ഒരുപക്ഷെ ബ്രഹ്മാവിനും ഇന്ദ്രനും ഒക്കെ മാത്രമേ സാധിച്ചുള്ളൂ, ബാക്കി ആർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഭഗവാനെ കാണാൻ ആ ഭഗവാന്റെ മാഹാത്മ്യ വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. എല്ലാവരും ആ രൂപത്തെ കാണാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് മാത്രം പറ്റിയില്ലല്ലോ, എന്നാൽ പിന്നെ ഞങ്ങളും ഈ ആഗ്രഹത്തോടു കൂടി ഇവിടേക്ക് എത്തി എന്ന് ബോധ്യപ്പെടുത്താനാണ്. വപുഷായേന ഭഗവാൻ നരലോകമനോരമാം യശോ വിതേനേ ലോകേഷു സർവലോകമലാപഹം. വപുഷായേന ഭഗവാൻ നരലോകമനോരമാം യശോ വിതേനേ ലോകേഷു സർവലോകമലാപഹം. തസ്യാം വിഭ്രാജമാനായാം സമർത്ഥായാം മഹദ്ഭിഃ വ്യചക്ഷത അവിതൃപ്താക്ഷാഃ കൃഷ്ണമദ്ഭുതദർശനം. തസ്യാം അവിടെ വിഭ്രാജമാനായ നന്നായി ശോഭിക്കുന്ന, സമർത്ഥമായ മഹർദ്ഭിഃ മഹത്തായ ഋദ്ധി കൊണ്ട്, ഋദ്ധി സമൃദ്ധി, മഹർദ്ഭിഃ മഹത്തായ സമൃദ്ധി കൊണ്ട് സമർത്ഥമായി നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന, നന്നായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ വ്യചക്ഷത അവിതൃപ്താക്ഷാഃ. വ്യചക്ഷത കണ്ടു, വ്യചക്ഷത അവിതൃപ്താക്ഷാഃ കണ്ണിന് തൃപ്തി ഉണ്ടാവാത്തതുപോലെ, കാണുന്തോറും കണ്ണിന് മതിയാവുന്നില്ല, പിന്നെയും കാണണം എന്ന് അവിതൃപ്തമായ അക്ഷിയോടുകൂടിയവരായിട്ട് അദ്ഭുത ദർശനം കൃഷ്ണം വ്യചക്ഷത. അത്ഭുത ദർശനനായ കൃഷ്ണനെ അവർ കണ്ടുകൊടുത്തു. ഇങ്ങനെ സ്വരൂപം അവർക്ക് അറിയുകയില്ല. അവർക്ക് വൈകുണ്ഠവാസിയായ ഭഗവാനെ മാത്രമേ അറിയുള്ളൂ. ഇപ്രകാരം മനുഷ്യലീല കൊണ്ട് ഭൂമിയിൽ അവതരിച്ച ആ കൃഷ്ണ സ്വരൂപത്തെ കണ്ടപ്പോൾ അവർക്ക് തൃപ്തിയായില്ല. വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. അത്ഭുതമായ കാഴ്ചയാണ്.
അങ്ങനെയുള്ള ആ ദ്വാരകയിൽ ആ ദേവന്മാർ ഭഗവാനെ ചെന്ന് കണ്ടു എന്ന് വർണ്ണിക്കാം. തസ്യാം വിഭ്രാജമാനായം സമർത്ഥായം മഹദ്ഭിഃ യചക്ഷതാ വിതൃപ്താക്ഷാ കൃഷ്ണമദ്ഭുത ദർശനം. തസ്യാം വിഭ്രാജമാനായം സമർത്ഥായം മഹദ്ഭിഃ യചക്ഷതാ വിതൃപ്താക്ഷാ കൃഷ്ണമദ്ഭുത ദർശനം. ഉപഗേ മാല്യേ ഛാദയന്തോ യദുത്തമം ഗീർഭിശ്ചിത്രപദാർത്ഥാഭി തുഷ്ടോർ ജഗദീശ്വരം. സ്വർഗ ഉദ്യാന ഉപഗമൈ, സ്വർഗത്തിലെ നന്ദനവനത്തിലുള്ള ഉദ്യാനത്തിൽ നിന്നും കൊണ്ടുവന്ന ഉപഗമം, അവിടെ നിന്ന് കൊണ്ടുവന്ന സ്വർഗ ഉദ്യാന ഉപഗമൈഹി മാല്യേഹി, മാലകളാൽ. അവര് ഭഗവാനെ കണ്ട് വന്ദിച്ച് ഒരു മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. അവിടുന്ന് തന്നെ കൽപ്പകവൃക്ഷത്തിന്റെ പൂങ്കുലകൾ കൊണ്ട് മാല കോർത്തിണക്കിയാണ് വന്നത്. ആ മാലകൾ കൊണ്ട് യദൂത്തമം ഛാദയന്ത്യോ, യദൂത്തമനായ ഭഗവാനെ മൂടി, മാല കൊണ്ട്. എത്ര പേരാ മാലയും കൊണ്ട് വന്നിരിക്കുന്നേ? ഓരോരുത്തർ മാലയിട്ട് ഭഗവാന്റെ ദേഹവും ശരീരവും ഒക്കെ മൂടി. ഛാദയന്ത്യോ, മറച്ചുകൊണ്ട്. ഗീർഭി ചിത്രപദാർത്ഥാഭി, വിചിത്രങ്ങളായ പദങ്ങളും അർത്ഥങ്ങളുമുള്ള വാക്കുകളാൽ. ഗീർഭി, വാക്കുകളാൽ. വിചിത്ര പദ അർത്ഥാഭി, വൈചിത്ര്യമാർന്ന പദങ്ങൾ, വൈചിത്ര്യമാർന്ന അർത്ഥങ്ങളുള്ള വാക്കുകളാൽ. തുഷ്ടൂഹു, സ്തുതിച്ചു ജഗദീശ്വരൻ. ജഗദീശ്വരനായ ഭഗവാനെ അവർ സ്തുതിക്കുന്നു. ഇനിയും കുറേ ശ്ലോകത്തില് ഈ ദേവന്മാരുടെ സ്തുതികളാണ്. കാരണം ഈ സ്വരൂപത്തെ കണ്ടപ്പോൾ അവർക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. രണ്ട് വിധത്തിലുള്ള നിർഗുണ സഗുണ സ്വരൂപത്തെ. നിർഗുണ സ്വരൂപമാണെങ്കിലും വൈകുണ്ഠവാസിയായ ഒരു പ്രത്യേക രൂപം സ്വീകരിച്ച ഭഗവാൻ ഇപ്പോൾ മനുഷ്യരൂപത്തിൽ കൃഷ്ണൻ എന്ന പേരോടെ കൃഷ്ണ വിഗ്രഹത്തോടെ മുമ്പിൽ നിൽക്കുന്ന കാണുമ്പോൾ അവൾ ആവോളം പാടി സ്തുതിച്ചു ദേവന്മാർ. ഇനിയും അവരുടെ സ്തുതികളാണ്. സ്വർഗോദ്യാനോപകേത്മാല്യേ ഛാദയന്ത്യോ യദുത്തമം ഗീർഭിശ്ചിത്രപദാർത്ഥാഭി തുഷ്ടോർ ജഗദീശ്വരം. സ്വർഗോദ്യാനോപകേത്മാല്യേ ഛാദയന്ത്യോ യദുത്തമം ഗീർഭിശ്ചിത്രപദാർത്ഥാഭി തുഷ്ടോർ ജഗദീശ്വരം. ദേവാവുച്ചു, ദേവന്മാർ ഇങ്ങനെ പറഞ്ഞിട്ട് സ്തുതിച്ചു കൊടുത്തു. നതാസ്മതേനാഥപദാരവിന്ദം ബുദ്ധീന്ദ്രിയ പ്രാണമനോവചോഭി യച്ഛിന്യതന്തർഹൃദി ഭാവയുക്തിർ മുമുക്ഷുഭി കർമ്മമയോരുപാശാത്. നതാസ്മതേ നാഥ പദാരവിന്ദം. ഹേ നാഥ, തേ പദാരവിന്ദം നതാസ്മ, അങ്ങയുടെ പദാരവിന്ദത്തെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ബുദ്ധി ഇന്ദ്രിയ പ്രാണ മനോ വചോഭി, ബുദ്ധി കൊണ്ടും ഇന്ദ്രിയം കൊണ്ടും പ്രാണൻ കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും യാതൊന്നിനെയാണോ ചിന്ത്യത്തെ ചിന്തിക്കുന്നത്, അന്തർഹൃദി ഹൃദയത്തിന്റെ ഉള്ളിൽ, ഭാവയുക്തങ്ങളായ, ഇവിടെ ഭാവത്തിന് ഭക്തി എന്നർത്ഥം. ഭാവയുക്തന്മാർ ഭക്തന്മാരാണ്. ഭക്തന്മാരാൽ ആയ മുമുക്ഷുഭിഹി, മുമുക്ഷുക്കളാൽ, കർമ്മമയോരുപാശാത്, കർമ്മമയമായ വലിയ കയറുകൊണ്ട് അതിൽ നിന്നും മുക്തി കയറണം. മോചനം വേണ്ടത് കെട്ടിൽ നിന്നാണ്. എന്താണ് കെട്ട്? കർമ്മമയമായ കയറുകൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഞങ്ങളെ. കർമ്മമയ ഒരു പാശാത്, കർമ്മമയോരുപാശാത്, കർമ്മമയമായ ഉരുവായ പാശത്തിൽ നിന്നും മുമുക്ഷുഭിഹി, മോക്ഷമാഗ്രഹിക്കുന്നവരാൽ, ഭാവയുക്തന്മാരാൽ,
യാതൊരു സ്വരൂപത്തെയാണോ ഹൃദയത്തിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നത്, ബുദ്ധിക്കും ഇന്ദ്രിയത്തിനും പ്രാണനും മനസ്സിനും വാക്കിനും ഒക്കെ അപ്പുറത്തായ ആ സ്വരൂപത്തെ ഇതാ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഈ ആമുഖത്തോടെയാണ് അവരുടെ സ്തുതി ആരംഭിക്കുന്നത്. നവാത്മതേനാഥപദാരവിന്ദം ബുദ്ധീന്ദ്രിയ പ്രാണമനോവചോഭി യച്ചിന്ത്യന്തർഹൃദി ഭാവയുക്തേതുമുമുക്ഷുഭി കർമ്മമയോരുപാശാത്. നതാത്മതേനാഥപദാരവിന്ദം ബുദ്ധീന്ദ്രിയ പ്രാണമനോവചോഭി യച്ചിന്ത്യന്തർഹൃദി ഭാവയുക്തേതുമുമുക്ഷുഭി കർമ്മമയോരുപാശാൻ. ഭഗവാനെ സ്തുതിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇവിടെ പറഞ്ഞു. എന്താണ്? കർമ്മബന്ധനത്തിൽ നിന്നും മുക്തിയാണ്. ഇത് ആഗ്രഹിക്കുന്നവർ ഭഗവത് സ്വരൂപത്തെ സ്തുതിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ സ്തുതിക്കുന്നവർ, മുക്തിമോചനം വേണം എന്നാഗ്രഹിച്ച് സ്തുതിക്കുന്നവർ ഭക്തന്മാർ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ദേഹം കൊണ്ട് ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ദേഹം ബുദ്ധിക്കും ഇന്ദ്രിയത്തിനും പ്രാണനും മനസ്സിനും വാക്കുകൾക്കും ഒക്കെ ഇരിപ്പിടമാണ്. അതുകൊണ്ട് അങ്ങയുടെ ഈ സ്വരൂപത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു, മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു, വാക്കുകൊണ്ട് സ്തുതിക്കുന്നു, എല്ലാ അംഗങ്ങളും അങ്ങയുടെ സേവയ്ക്കായി ഉപയോഗിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ സ്തുതി. ബുദ്ധീന്ദ്രിയ പ്രാണ മനോവചോഭിഹി തേ പദാരവിന്ദം നതസ്വ. അങ്ങയുടെ പാദാരവിന്ദങ്ങളെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. പ്രത്യക്ഷമായി കണ്ട് നമസ്കരിക്കാൻ എല്ലാവർക്കും സാധിക്കാറില്ല, ഞങ്ങൾക്കും പറ്റാറില്ല. വളരെക്കാലമൊക്കെ ബ്രഹ്മാവ് പോലും എത്ര കാലം തപസ്സനുഷ്ഠിച്ചിട്ടാണ് ഉള്ളിൽ ഒരു സ്വരൂപത്തെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് ഈ പദാരവിന്ദ ദർശനം എല്ലാവർക്കും സുസാധ്യമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പാദപത്മത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ച് കർമ്മബന്ധത്തിൽ നിന്ന്, ഞങ്ങളും അങ്ങനെയാണ്, കർമ്മബന്ധത്തിൽ അകപ്പെട്ടവരാ, ഞങ്ങളൊക്കെ ഇതിലുള്ളവരാണ്. ബ്രഹ്മാവ് കർമ്മബന്ധത്തിൽ അകപ്പെട്ടവനാണ്. എന്ത് കർമ്മബന്ധം? സൃഷ്ടി. വിഷ്ണു കർമ്മബന്ധത്തിൽ അകപ്പെട്ടവനാണ്. എന്താണ്? അവതാരങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു. ശിവൻ കർമ്മബന്ധത്തിൽ അകപ്പെട്ടവനാണ്. എന്താണ്? കപാലം കൊണ്ട് ഭിക്ഷയെടുക്കൽ. ഇന്ദ്രാദികളായ ദേവന്മാർ കർമ്മബന്ധത്തിൽ അകപ്പെട്ടവരാണ്. അവർക്കൊക്കെ ഓരോ കർമ്മം ജോലി കൊടുത്തിട്ട്. അങ്ങനെ നോക്കിയാൽ ഈ ഞങ്ങൾ ദേവന്മാരെല്ലാം ഓരോ കർമ്മം കൊണ്ട് ബന്ധിതരാണ്. ഞങ്ങൾക്ക് മുക്തി വേണം. സ്വർഗലോകത്ത് വെറുതെ ഇരുന്നാൽ മുക്തി കിട്ടില്ല. വൈകുണ്ഠ ലോകത്തെ നിന്ന് അങ്ങയെ കണ്ടാൽ കിട്ടും, പക്ഷേ അവിടെ പോകാനോ അങ്ങയെ കാണാനോ ഞങ്ങൾക്ക് തരമാവാറില്ല. അങ്ങയെ മനസ്സിൽ ചിലപ്പോൾ ധ്യാനിച്ച് ഒരു നിമിഷം കണ്ടെന്ന് വരാം, അപ്പം പോവുകയും ചെയ്യും. ഇതാ ഞങ്ങളുടെ മുമ്പിൽ ആ സ്വരൂപം മറ്റൊരു വേഷത്തിൽ, വേഷം മാറി അത് തന്നെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഇത് ഞങ്ങൾക്കൊരു അത്ഭുതമാണ്. ഞങ്ങൾക്കും മുക്തി ആഗ്രഹിക്കുന്നവരാണ്. ഈ ജന്മവർണ്ണരൂപമായ ഈ ബന്ധനത്തിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി വേണം. അതുകൊണ്ട് അങ്ങയുടെ പദാരവിന്ദത്തെ ഞങ്ങൾ സാഷ്ടാംഗമായി ഇതാ നമസ്കരിക്കുന്നു എന്ന ഒരു ആമുഖം ദേവന്മാർ പോലും മുക്തി ആഗ്രഹിച്ച് ഭഗവത് സ്വരൂപത്തിന്റെ പദാരവിന്ദത്തെ നമസ്കരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് വിമുഖതയാണ് ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ത്വം മായയാ ത്രിഗുണയാത്മേ ദുർവിഭാവ്യം വ്യക്തം സൃജസ്യവസി തദ്ഗുണസ്ഥ നൈതേ ഭവാനുചിത കർമ്മഭിരജ്യതേ വൈ യത്സ്വേഷുഭ്യവഹിതേഭിരതോ അനവദ്യ. ത്വം മായയാ ത്രിഗുണയാ മായയാ. മായയ്ക്ക് ത്രിഗുണങ്ങളുണ്ട്. ത്രിഗുണങ്ങളാണ് മായയുടെ സൃഷ്ടിക്ക് തന്നെ കാരണം. അതുകൊണ്ട് ആത്മനി ദുർവിഭാവ്യം ത്വം, ഉള്ളിൽ വിഭാവന ചെയ്യാൻ വിഷമമുള്ളവനായ അങ്ങ്.
അങ്ങയെ മനസ്സിലൊന്ന് ഭാവന ചെയ്ത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? 3 ഗുണവും ഞങ്ങളുടെ ഉള്ളിലുണ്ട്. 10 ഗുണത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിച്ചുറപ്പിക്കാം. അത് പറ്റുന്നില്ല. ഈ ത്രിഗുണങ്ങൾ ഞങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് രജസ് വരും, ഇടയ്ക്ക് തമസ് വരും. ഇത് 3 ഞങ്ങളെ മാറി മാറി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ പറയുന്നത്? ദേവന്മാർ. ദേവന്മാരും ഈ ബാധയുള്ളവരാണ്, ഈ ത്രിഗുണങ്ങളെ ബാധയുള്ളവരാണ്. അപ്പോൾ ത്രിഗുണയ മായ ആത്മനും ദുർവിഭാവ്യം ത്വം, അങ്ങനെയുള്ള അങ്ങ് വ്യക്തമായും സ്പഷ്ടമാണ്, ബോധ്യപ്പെട്ടതാണ്. പ്രജഫി അവഫി ലുംബതി, സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, ലയിപ്പിക്കുന്നു. പ്രജഫി അവഫി ലുംബഫി, സൃജഫ്യവഫി ലുംബഫി. തത് ഗുണസ്ഥ, ആ ഗുണത്തിൽ നിന്നുകൊണ്ടാണ്. സത്വഗുണം കൊണ്ട് പരിപാലിക്കുന്നു, രജോ ഗുണം കൊണ്ട് സൃഷ്ടിക്കുന്നു, തമോ ഗുണം കൊണ്ട് ഉപസംഹരിക്കുന്നു, ലയിപ്പിക്കുന്നു. അപ്പൊ അങ്ങ് ഗുണസ്ഥനായി നിന്നുകൊണ്ടാണ് ഈ 3 കർമ്മം ചെയ്യുന്നത്. ത്രിഗുണങ്ങൾ അങ്ങയെ ബാധിക്കത്തില്ല. അങ്ങയിൽ നിന്നുമുണ്ടായ മായയാണ് ത്രിഗുണത്തെ സൃഷ്ടിച്ച് പ്രപഞ്ചം മുഴുവൻ നിറച്ചു നിൽക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് അങ്ങ് 3 സ്വരൂപം സ്വീകരിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനാണ്. ഒരാൾ സൃഷ്ടിക്കുന്നു, ഒരാൾ രക്ഷിക്കുന്നു, ഒരാൾ സംഹരിക്കുന്നു. ഇത് 3 ഗുണത്തിൽ നിന്നുകൊണ്ടാണ്. തദ് ഗുണസ്ഥ നൈതേ ഭവാനജിത ന ഏതൈഹി ഭവാൻ അജിത. ഹേ അജിത, ജനനമില്ലാത്തവനാണ്. അവതാരമേ ഉള്ളൂ, ജനനമില്ല. അവതരിക്കൽ ജനനമല്ല, ഇറങ്ങി വരില്ല. ഓരോരോ രൂപം സ്വീകരിച്ച് ഇറങ്ങി വരികയാണ്. അതുകൊണ്ട് ഹേ അജിത, ഏതൈഹി കർമ്മഭിഹി, ഈ കർമ്മങ്ങളെ കൊണ്ട് ന അജ്യത്തെ വൈ, ഇങ്ങനെയുള്ള കർമ്മങ്ങളെ കൊണ്ട് അങ്ങൊരിക്കലും ബന്ധിതനാവുന്നില്ല. അജ്യത്തെ വൈ, അങ്ങയെ സ്പർശിക്കത്തുപോലുള്ള ഈ കർമ്മങ്ങളൊന്നും. എത്ര സൃഷ്ടി ചെയ്താലും അങ്ങയെ ബാധിക്കത്തില്ല, അത് ബ്രഹ്മാവിനെ കിട്ടുള്ളൂ. എത്ര പരിരക്ഷ ചെയ്താലും അത് അങ്ങയെ ബാധിക്കത്തില്ല, വിഷ്ണുവിന്റെ ഭാഗമാണ്. എത്ര ലയിപ്പിച്ചാലും സംഹരിച്ചാലും അങ്ങയെ ബാധിക്കത്തില്ല. അതുകൊണ്ട് ഏതൈഹി കർമ്മഭിഹി ന അജ്യത്തെ വൈ, തീർച്ചയാണ് ഈ കർമ്മങ്ങളൊന്നും അങ്ങയെ ബന്ധിപ്പിക്കില്ല, അങ്ങയെ സ്പർശിക്ക പോലും ചെയ്യില്ല. നമ്മൾക്ക് അങ്ങനെയല്ല. ഈ കർമ്മങ്ങളൊക്കെ നമ്മളെ എന്ത് ചെയ്യും? ബന്ധിപ്പിക്കും. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ബന്ധനമായി, പുത്രൻ എന്നുള്ള ബന്ധനമായി. സൃഷ്ടി നടക്കുമ്പോൾ മുതൽ ആ പുത്രന്റെ അന്തിമം വരെ ഈ ബന്ധം നമുക്ക് വേർപെടുത്താനാവില്ല. അതൊരു കർമ്മബന്ധനമാണ്. പുത്രനെ ബന്ധുവായിട്ട് കാണില്ല, ബന്ധനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പുത്രന്റെ ഓരോ പ്രവൃത്തികൾ സങ്കടപ്പെടുന്നത്, ബന്ധനമായിട്ടാണ്. ബന്ധുവാണെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവില്ല. ഇവരൊക്കെ ബന്ധുവായിട്ട് മാത്രമേ നിലനിർത്താവൂ. പക്ഷെ ബന്ധനമായി തീർന്നാലോ കെട്ടായി തീർന്നാലോ വേദനിക്കും. പുത്രൻ ഒരു കെട്ടായി എൻ്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഉറച്ചു നിന്നാൽ ആ പുത്രനാകുന്ന കെട്ടുകൊണ്ട് എന്തുമാത്രം വേദന ഉണ്ടാവും, ഇതൊക്കെ അനുഭവിച്ചവർ. പക്ഷെ ഇതെന്റെ ശരീരത്തെ കെട്ടില്ല. ഈ പുത്രൻ ഒരു ബന്ധുവായി മാറി നിൽക്കുന്നു എന്ന് കണ്ടാൽ ഒരു വേദന ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രത്യേകം ബന്ധുവാവാം, ബന്ധനമാവരുത്. അങ്ങയ്ക്ക് ഈ യാതൊരു കർമ്മങ്ങളും അങ്ങയെ ബന്ധിക്കത്തില്ല. ഏതൈഹി കർമ്മഭിഹി ന അജ്യത്തെ വൈ യത് സ്വേ സുഖേ അവ്യവഹിതേ അഭിരതോ അനവദ്യ. യത് എന്തെന്നാൽ സ്വേ സുഖേ, സ്വന്തം സുഖത്തിൽ, ആത്മസുഖത്തിൽ, അവ്യവഹിതേ, മറവില്ലാതിരിക്കുന്ന ആത്മസുഖത്തിൽ, അവ്യവഹിതമായ ആത്മസുഖത്തിൽ,
അഭിരത, അഭിരതൻ വ്യാപരിച്ചവൻ, അഭിരമിക്കുന്നവനായിട്ട്. അനവദ്യ, അവദ്യമല്ലാത്ത, അവിദ്യാദികളായ ദോഷങ്ങൾ ഇല്ലാത്തവനായ അങ്ങ്, അനവദ്യനായ അങ്ങ്. ഇവിടെ അനവദ്യന് അവിദ്യാദോഷമില്ലാത്തവൻ. ന അവദ്യ അനവദ്യ, അവദ്യൻ അജ്ഞാനീന്ന്. അവിദ്യ കൊണ്ടാണ് അജ്ഞാനം ഉണ്ടാകുന്നത്. ആ അജ്ഞാനത്തിന് ദോഷം ബാധിക്കാത്തവൻ അനവദ്യൻ. അനവദ്യനും മറവില്ലാതെയും ഇരിക്കുന്ന സ്വന്തം ആത്മസുഖത്തിൽ അങ്ങ് അഭിരമിക്കുന്നവനായിട്ട് അസ്ഥി ആകുന്നു. സ്വേ അവ്യവഹിതേ അഭിരതോ അനവദ്യ. അങ്ങ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് എത്ര തരം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ഞങ്ങളെക്കാൾ കൂടുതൽ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത്, മനുഷ്യരെക്കാൾ കൂടുതൽ. എത്ര ദുഷ്ടകർമ്മം ചെയ്തു, ഫൽക്കർമ്മം ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ നമസ്കരിക്കാൻ പറ്റും? നമസ്കരിക്കുന്ന വൈകുണ്ഠമൂർത്തിയല്ലേ. ഈ കൃഷ്ണനെ എങ്ങനെ നമസ്കരിക്കാൻ പറ്റും? അതിന് പരിഹാരമാണ് ഈ ശ്ലോകം. കാരണം അങ്ങ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സ്വരൂപം മായ കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങയുടെ അസാധാരണമായ വൈഭവം കൊണ്ടാണ് മായയെ നിയന്ത്രിച്ച് ആ മായയിൽ ഇരുന്നു കൊണ്ട് ഈ മഹത്തായ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിച്ച് തന്നിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ അത് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടാക്കി പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് അതിനെ രക്ഷിച്ച് അതിനെ സംഭരിച്ച് അതുകൊണ്ട് വരുന്ന പുണ്യപാപങ്ങൾ അങ്ങയെ ബാധിക്കത്തില്ല, അത് ഈ പ്രപഞ്ചത്തെ ബാധിക്കും. അതാണ് ഞങ്ങൾ നമസ്കരിക്കാൻ കാരണം. ഇതൊന്നും അങ്ങയെ ബാധിക്കില്ല. അങ്ങ് ദോഷരഹിതനാണ്, അവിദ്യാദികളായ ദോഷം ഇല്ലാത്തവനാണ്. അങ്ങ് എപ്പോഴും ആത്മാനന്ദത്തിൽ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട്, സ്വേ ആത്മനി, സ്വന്തം ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് മറ്റൊന്നും അറിയില്ല. നമ്മൾ ഈ ആത്മാനന്ദത്തിലല്ല മുഴുകിയിരിക്കുന്നത്, മറ്റുള്ളവരുടെ വിഷയത്തിലാണ്. നമ്മുടെ ഒരു ദിവസത്തെ വ്യാപാരങ്ങളും വിചാരങ്ങളും മുഴുവൻ മറ്റുള്ളവരെ കുറിച്ചാണ് അധിക സമയവും. ഓർത്ത് നോക്കിക്കോളൂ. എന്റെ സ്വാത്മാനന്ദത്തിലെ അനുഭൂതിയെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. എപ്പോഴും ആത്മാനന്ദത്തിൽ അങ്ങ് ലയിച്ചു കിടക്കുന്നത് കൊണ്ട് അങ്ങേക്കൊന്നും ബാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും എല്ലാ ദിവസവും ആത്മാനന്ദം അനുഭവിക്കുന്നവരാണല്ലോ. എപ്പോൾ? സുഷുപ്തിയിൽ. എന്താ ഞങ്ങളും അങ്ങനെ തമ്മിലുള്ള വ്യത്യാസം? സുഷുപ്തിയിൽ ഞങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. എന്തേ ഉള്ളൂ? ആത്മാനന്ദം എന്ന സുഖം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അജ്ഞാനമില്ല, അതേപോലെ ദോഷങ്ങളൊന്നുമില്ല, കാമരാഗാദികളില്ല. ഇതൊന്നും ഞങ്ങളെ ബാധിക്കത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്തേ ഉള്ളൂ? ആത്മാനന്ദം മാത്രമല്ലേ ഉള്ളൂ. സുഖമായി ഉറങ്ങി എന്നുള്ള സൗഖ്യത്തിന്റെ പൂർണ്ണത ഞങ്ങൾ അനുഭവിക്കുന്നില്ലേ? അതുകൊണ്ട് ഇത് തമ്മിലുള്ള വ്യത്യസ്തത എന്താണ് എന്നാണെങ്കിൽ, ജീവന്മാർക്ക് സുഷുപ്തിയിൽ സ്വരൂപത്തെക്കുറിച്ചുള്ള ആനന്ദം അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായി ഉറങ്ങുന്ന സമയത്ത് ഞാൻ ആനന്ദം അനുഭവിക്കുന്നു വിചാരിക്കാത്ത? ഉണർന്നു കഴിഞ്ഞല്ലേ അറിയൂ. അങ്ങേക്ക് അതല്ല, എപ്പോഴും അങ്ങേക്ക് ആത്മാനന്ദം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കതല്ല. ഉറങ്ങുന്ന അത്രയും സമയവും ആത്മാനന്ദം അനുഭവിക്കുന്നു എന്നുള്ള അനുഭവമില്ല.
എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ട് ആത്മാനന്ദം മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഉണർന്ന് കഴിയുമ്പോഴല്ലേ നിങ്ങൾക്കറിയൂ ഞങ്ങൾ സുഖമായി ഉറങ്ങിയെന്ന്. അങ്ങേക്ക് അതല്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അറിയാം ഞാൻ സുഖമായി ഉറങ്ങുന്നു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ന്യായമായൊരു ചോദ്യമാണ് അത്. സുഷുപ്തിയിൽ ഞങ്ങളും അനുഭവിക്കുന്ന ആത്മാനന്ദ അല്ലേ? ദേവന്മാരുടെ ആശങ്കയാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ സുഷുപ്തി നിങ്ങളുടെ അജ്ഞാനം കൊണ്ട് ആ ആനന്ദ സ്വരൂപത്തെ മറയ്ക്കുന്നതാണ്. അതുകൊണ്ട് ശുദ്ധാനന്ദം നിങ്ങൾക്കില്ല, ജീവന്മാർക്ക് ആർക്കുമില്ല. അത് ഭഗവാന് മാത്രമേ ഉള്ളൂ. ആ ആത്മാനന്ദത്തിൽ നിന്നും അണുവിട പോലും അങ്ങ് തെറ്റില്ല. ഞങ്ങൾക്കൊക്കെ വഴിപിഴച്ചു പോവാം. അതുകൊണ്ട് അങ്ങേക്ക് പുണ്യപാപങ്ങളില്ല, കർമ്മ അകർമ്മങ്ങളില്ല, സത്യ അസത്യങ്ങളില്ല, ഇതൊന്നും ദ്വന്ദ്ങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള അങ്ങയെ ഭജിച്ചെങ്കിൽ മാത്രമേ ദ്വന്ദ്വത്തിൽ നിന്നും മുക്തി നേടി, കർമ്മപാശത്തിൽ നിന്നും മുക്തി നേടി ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സ്തുതിക്കാൻ പറഞ്ഞത്. എന്തുകൊണ്ടിപ്പോൾ സ്തുതിക്കുന്നു? നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരല്ലല്ലോ. എത്രയോ കാലം മുമ്പ് നിങ്ങൾ കണ്ട് പരിചയപ്പെട്ടവരാണ്. ഇപ്പൊ എന്താ ഇങ്ങനെ പ്രത്യേക സ്തുതിക്ക് കാരണം എന്നാണെങ്കിൽ, ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്തുതിക്ക് വിഷയമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയെ ഞങ്ങൾ എപ്പോഴും ഹൃദയം കൊണ്ട് സ്തുതിക്കുന്നവരായി തീർന്നിരിക്കുന്നു എന്ന് ഭംഗ്യന്തേന സ്തുതിയുടെ ആവശ്യം. നിങ്ങളും ആനന്ദം അനുഭവിക്കുന്നവരല്ലേ, പിന്നെന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചു എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ ഭംഗ്യന്തരേണ സ്തുതി ആരംഭിച്ചത്. ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യവസിലുംബതി ഗുണസ്ഥാം നൈതേർഭവാനുജിതകർമ്മഭിരജ്യത്തെ വൈ യത്സേ സുഖേവ്യവഹിതേഭിരതോനവത്യാം. ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യവസിലുംബഭിതഗുണസ്ഥാം നൈതേർഭവാനജിതകർമ്മഭിരജ്യത്തെ വൈ യത്സേ സുഖേവ്യവഹിതേഭിരതോ അനവദ്യാം. ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യവഫിലുംബഫിതഗുണസ്ഥ നൈതേർഭവാനജിതകർമ്മഭിരജ്യത്തെ വൈ യത്സേ സുഖേവ്യവഹിതേഭിരതോ അനവദ്യാം. ശുദ്ധർനൃണാം നതു തഥേദ്യദുരാശയാനാം വിദ്യാശ്രുതേന ദാനതപക്രിയാഭി തത്വത്മനാ അമൃഷഭ തേ യശസി പ്രവൃദ്ധസദ്ധയാ ശ്രവണസംഭൃതയാ യഥാ സ്യാത്. ശുദ്ധി നൃണാം നതു തഥാ ഈഡ്യഃ. ഹേ ഈഡ്യഃ, സ്തുതിക്ക് വിഷയീഭവിക്കുന്നവനെ. ഈഡത്തെ സ്തുതിക്കുകയാണ്. ഈഡ്യഃ, സ്തുതിക്ക് വിഷയമായിരിക്കുന്നവനെ, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനെ. നൃണാം, മനുഷ്യർക്ക് തഥാ അപ്രകാരം, ശുദ്ധി ന, അപ്രകാരമുള്ള ശുദ്ധി ഭവിക്കില്ല. ദുരാശയാനാം നൃണാം, ദുഷ്ടാശയന്മാരായ മനുഷ്യർക്ക് ഇപ്രകാരമുള്ളൊരു ശുദ്ധി ഉണ്ടാവാത്തത് കൊണ്ടാണ് ഉണർന്നതിന് ശേഷം അവർ അങ്ങേ ശേഷം ആനന്ദം അനുഭവിക്കുന്നത്. ശുദ്ധഹൃദയരാണെങ്കിൽ ഉറങ്ങുമ്പോ പോലും ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കാം. അതുണ്ടാവുന്നില്ലല്ലോ. അതുകൊണ്ട് ദുരാശയാനാം നൃണാം തഥാ ശുദ്ധി നതു, അപ്രകാരമുള്ള ശുദ്ധി അവർക്കുണ്ടാവില്ല. വിദ്യ ശ്രുത അധ്യയന ദാന തപക്രിയാഭി,
വിദ്യ കൊണ്ട്, ശ്രുതം കൊണ്ട്, ദാനം കൊണ്ട്, അധ്യയനം കൊണ്ട്, തപസ്സുകൊണ്ട്, യാഗം കൊണ്ട് അപ്രകാരമുള്ള ശുദ്ധി ഭവിക്കില്ല. അയ്യോ, ഞങ്ങൾ ശുദ്ധിക്ക് വേണ്ടിയല്ലേ ഇത്രയൊക്കെ ചെയ്യുന്നത്? ശുദ്ധിക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസം, വേദാധ്യയനം, ദാനം, തപസ് ഇതൊക്കെ ചെയ്യുന്നത് ശുദ്ധിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഇത്യാദികളെ കൊണ്ട് ശ്രുത വിദ്യാശ്രുത അധ്യയനദാന തപക്രിയാഭി തഥാശുദ്ധി നതു. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു ശുദ്ധി ഉണ്ടാവില്ല തന്നെ. തത്വാത്മനാം ഋഷഭ, തത്വാത്മാക്കൾക്ക് ഋഷഭനായുള്ളവനെ, ഋഷഭൻ നാഥൻ എന്ന് പറയാം. ഉത്കൃഷ്ടൻ, ഉന്നതൻ, ആര്യൻ എന്നൊക്കെ അർത്ഥത്തിൽ പറയുന്നത് നാഥൻ എന്നുള്ള അർത്ഥത്തിലാണ്. സത്വാത്മാക്കൾക്ക്, സത്വഗുണം വർദ്ധിച്ചവർക്ക് അങ്ങ് നാഥനാണ്. ഭക്തന്മാർക്ക് നാഥനാണ് അങ്ങ്. സത്വാത്മനാ ഋഷഭ തേ യശഫി, അങ്ങയുടെ കീർത്തിയിൽ പ്രവൃദ്ധ വർദ്ധിക്കപ്പെട്ട, സത്ശ്രദ്ധയാ സത്തായ ശ്രദ്ധ കൊണ്ട്, അങ്ങയുടെ കീർത്തിയിൽ വർദ്ധിക്കപ്പെട്ട യശസ് കൊണ്ട്, ശ്രവണസംഭൃതയാ പ്രവൃത്ത സശ്രദ്ധയാ, ശ്രവണം കൊണ്ട് സംഭരിച്ച ആ കീർത്തി കൊണ്ട്, ആ ശ്രദ്ധ കൊണ്ട്, യഥാ സ്യാത്, എപ്രകാരമാണോ ഭവിക്കുന്നത് അപ്രകാരം തപസ്സുകൊണ്ടോ വിദ്യ കൊണ്ടോ അതേപോലെ ദാനം കൊണ്ടോ ഉള്ള ക്രിയകൾ കൊണ്ട് സംഭവിക്കില്ല എന്നത്. അപ്പൊ എന്താണ് വേണ്ടത്? ഭക്തന്മാര് ഭഗവത് സ്വരൂപത്തെ കീർത്തിക്കുന്നത് കേൾക്കുക, അല്ലെങ്കിൽ സ്വയം കീർത്തിക്കുക. ഇതാണ് വേണ്ടത്. അല്ലാത്ത കർമ്മങ്ങൾ കൊണ്ട് കർമ്മബന്ധനത്തിൽ നിന്നും എളുപ്പം മുക്തി നേടാൻ ആവില്ല. പറ്റും, അതിന് കാലതാമസം. വിദ്യ പഠിക്കാനൊക്കെ കുറെ കാലം, എത്ര വിദ്യകളാ, എത്ര പഠിച്ചാലും മതിയാവില്ല. ഇനിയുണ്ട്, ഇനിയുണ്ട്, ഇനിയുണ്ട്. അതെ, വേദങ്ങള്, ഉപനിഷത്തുകള്, വേദാംഗങ്ങൾ ഇതൊക്കെ എത്ര കാലം കൊണ്ട് പഠിച്ചു തീർക്കും? ഒരു മനുഷ്യായി പോലും പോരാ. ഒരു ഉപനിഷത്ത് പഠിച്ചു വെക്കുമ്പോൾ നമുക്ക് എത്ര കാലം വേണം? അങ്ങനെ വിദ്യ കൊണ്ട്, അതേപോലെ വേദാധ്യയനം കൊണ്ട്, വേദാധ്യയനം ക്ഷിപ്രസാധ്യമല്ല. ദാനം എത്ര ചെയ്താലാ പറ്റുക? ഒറ്റ പ്രാവശ്യം ദാനം ചെയ്തു മതിയോ? അല്ല. പിന്നെ എത്രയാണ്? കണക്കുണ്ടോ? ഇല്ല. തപസ്, തപസ്സിന് ഒരു മാസം തപസ് ചെയ്താൽ മതി, എല്ലാ കാര്യവും ഉണ്ടോ? ഇല്ല. ഇന്നുള്ള ക്രിയകളാണ് യജ്ഞാദികളായ ക്രിയകൾ. ഇവകളെ കൊണ്ടൊന്നും അങ്ങയുടെ കീർത്തനത്തിൽ ഉള്ള ശ്രവണം കൊണ്ട് സംഭരിച്ച നല്ല ശ്രദ്ധ കൊണ്ട് അങ്ങയുടെ യശസ്സിൽ വളർന്നു വരുന്ന ഒരാൾക്ക് ലഭിക്കുന്നത്ര ഒരു ഭക്തി ഈ കർമ്മങ്ങൾ കൊണ്ട് കിട്ടില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങ് വാസ്തവത്തിൽ പുണ്യപാപങ്ങളെ കൊണ്ട് ബന്ധനമില്ലാത്തവനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യം അങ്ങേക്കില്ലല്ലോ എന്നാണെങ്കിൽ മനസ്സിനെ ഇളക്കി തീർക്കാൻ സാമർഥ്യമുള്ള ശബ്ദാദികളായ വിഷയങ്ങൾ, ശബ്ദം കേൾക്കുക, ചിത്രം കാണുക, സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാം, ഇതൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്തി ഇളക്കി വിഷയത്തിലേക്ക് സംഭ്രമിപ്പിക്കുന്ന ഘടകങ്ങളാണ്. മനുഷ്യരെപ്പോഴും അതിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നില്ല, എന്തൊക്കെ ചെയ്താൽ.
കാരണം അല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ശബ്ദാദികളായ എത്ര വിഷയങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതിനെയൊക്കെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ടേ മനുഷ്യർക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് വേദം പഠിക്കലോ ശാസ്ത്രാഭ്യാസമോ ഇതൊന്നും കൊണ്ടും അധ്യയനം കൊണ്ടോ അതുപോലെ കൃത്സം ചാന്ദ്രായണം മുതലായ തപസ് കൊണ്ടോ വർണ്ണാശ്രമങ്ങൾക്ക് ഉചിതമായ യജ്ഞം കൊണ്ടോ സന്ധ്യാവന്ദനം കൊണ്ടോ ആവിധമുള്ള ശുദ്ധി ഉണ്ടാവില്ല. ശുദ്ധി ഉണ്ടാവും, ആവിധമുള്ള ശുദ്ധിയില്ല. ശുദ്ധമായ അന്ധഃകരണമുള്ളവർക്ക് അങ്ങയുടെ ശ്രവണത്തിൽ ശ്രദ്ധ ആവേശിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തുമാത്രം ശുദ്ധി ഉണ്ടാകുമോ അത്രയും ശുദ്ധി മറ്റൊന്നുകൊണ്ട് ലഭിക്കില്ല. അതുകൊണ്ടാണ് നാമസങ്കീർത്തനത്തിന് മഹാത്മ്യം വേണ്ട. ഞങ്ങൾക്ക് സ്വർഗലോകത്തിൽ ഇത് പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് യജ്ഞവും ദാനവും തപസ്സും ഒക്കെ മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ വന്ന് അങ്ങയുടെ ഭക്തനായി ഇവിടെ ജനിച്ചാൽ മാത്രമേ നാമം ചൊല്ലാൻ പറ്റൂ. നോക്കൂ, ഞങ്ങൾ അവിടെ എത്ര കാലം ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഞങ്ങൾക്ക് മുക്തി കിട്ടിയിട്ടില്ല. ഭൂമിയിൽ വന്ന മനുഷ്യർക്ക് അതിനേക്കാൾ എത്രയോ എളുപ്പം മുക്തി കിട്ടുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? ശ്രവണം മാത്രം. ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക മറ്റെങ്ങും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ആ ദേവങ്ങളുടെ സ്തുതിയിലെ വൈവിധ്യം ഒരു പ്രത്യേകത. ഇതുവരെ കണ്ട രീതിയല്ല. എത്രയോ സ്തുതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മട്ടിലുള്ള സ്തുതിയല്ല. ഇതാണ് ഈ സ്തുതിയുടെ വലിയ വൈശിഷ്ട്യം. കുറച്ച് നീണ്ട സ്തുതിയാണെങ്കിലും അതിന് ഏറ്റവും വലിയ വൈശിഷ്ട്യം ഇതാണ്. അതുകൊണ്ട് അങ്ങയുടെ വർദ്ധിച്ചു വരുന്ന യശസ്സിൽ ശ്രദ്ധാലുക്കളായ ഞങ്ങൾ അങ്ങയുടെ നാമസങ്കീർത്തനങ്ങൾ കേട്ടുകൊണ്ട് തന്നെ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തരായി അങ്ങനെയുള്ള ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനായ അങ്ങ് സത്വഗുണപ്രധാനികളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അവതരിച്ച് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് വേണ്ട വിധത്തിലുള്ള ലീലകൾ ആടി കാണിച്ചു കൊടുത്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അല്ലെങ്കിൽ ഈ കളി അവിടെ കാണിക്കാമല്ലോ, ഞങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ. ഈ കൃഷ്ണാവതാരത്തിലെടുത്ത എത്രയോ കളികൾ ഞങ്ങൾ കണ്ടിട്ടില്ല. അപൂർവം ചിലർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബ്രഹ്മാവിന് ഇത്തിരി കാണാൻ പറ്റി, ഇന്ദ്രനും ഇത്തിരി പറ്റി, ബാക്കി ആർക്കും അത്രയും പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഇത് കാണാൻ പറ്റാത്തതായിട്ടൊന്നും. അതുകൊണ്ട് വേദാർത്ഥങ്ങൾ കേൾക്കുകയോ വേദാന്തം പഠിക്കലോ ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടക്കുന്ന വ്രതം, അതിന്റെ പേരാണ് കൃച്ഛ്രം എന്ന്. ചാന്ദ്രായണം എന്ന വ്രതത്തിന്റെ അർത്ഥം ശുക്ലപക്ഷത്തിലെ പ്രഥമ മുതൽ ഓരോ കബളം വർദ്ധിപ്പിച്ച് കൃഷ്ണപക്ഷ പ്രഥമം മുതൽ ക്രമേണ ഓരോന്ന് കുറച്ചു കൊണ്ടുവരുന്ന ആ ഭക്ഷണം വർജിച്ച് ഇന്ദ്രിയങ്ങളെ ഇളക്കുകയാണ്. ചന്ദ്രന്റെ ഓരോ കലകൾ പോലെ ഓരോ ഉരുള. അപ്പൊ പൂർണ്ണമായി വരുന്ന പൗർണമാഫിയിടുന്ന 15 കവളമാണ് ഭക്ഷിക്കുക. പിറ്റേ ദിവസം പിന്നെയും ഓരോന്ന് കുറച്ച് കൊണ്ടുവന്ന് ഒരു ദിവസം ഉപവാസമാണ്, കര കാണാനില്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്രതത്തിന്റെ പേരാണ് ചാന്ദ്രായനം എന്ന്. ചന്ദ്രന്റെ അയനത്തെ കാണിക്കുന്നതാണ് ചാന്ദ്രായനം. കൃച്ഛം എന്താ കഷ്ടപ്പെട്ട് ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഉപവാസം അനുഷ്ഠിക്കുക. ഇങ്ങനെയുള്ള ഓരോരോ ഇന്ദ്രിയങ്ങളെ അടക്കാൻ പര്യാപ്തമായ വ്രതങ്ങളും ദാനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് കഴിയുന്ന ഞങ്ങൾക്ക് ഈ സ്വരൂപത്തെ കണ്ട് കീർത്തിച്ച് അങ്ങയെ പ്രകീർത്തിക്കുന്ന യശസ് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് മുമ്പിൽ വന്ന് സ്തുതിക്കാൻ കാരണം. ഇത് ഞങ്ങൾക്ക് മഹാഭാഗ്യമാണ്. അന്നേ ഡയറ്റിങ്ങിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മുടെ പുരാണങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരുന്നില്ലേ സാർ? വളരെ വ്യക്തമാക്കി തന്നെ വന്നിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് ക്രമേണ കുറച്ച് അല്ല പെട്ടെന്നല്ല. അതെ,
അതിന് ഉദാഹരണമാണ് ഈ ചന്ദ്രന്റെ പോലെ. അതെ അതെ അതെ. കൂട്ടിയും കുറച്ചും കൊണ്ടുവരണം. കൂടുതൽ കഴിച്ചാൽ പിറ്റേ ദിവസം അത് കുറേശ്ശെ കുറച്ച് കൊണ്ടുവരണം. 14 ദിവസം കൊണ്ട് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അതെ അവസാനം. അതെ. അതിനാണ് ചാന്ദ്രായനം എന്നൊരു വ്രതം നിശ്ചയിച്ച കൊണ്ടാണ്. പക്ഷെ ഇതിന്റെ അർത്ഥം അറിയാൻ മേലാത്ത നമ്മൾ ഇതൊക്കെ പറഞ്ഞു കേട്ട് വിടാറേ ഉള്ളൂ. ഇപ്പോഴതിന്റെ അർത്ഥപ്രസക്തി ഒന്ന് പറഞ്ഞു എന്നറിയാം. അതുപോലെ ദേവന്മാര് പറയുന്നത് കൃഷ്ണാവതാരം ശരിക്കും മനുഷ്യർക്ക് അതെ. വേണ്ടി മാത്രമാണ് ഭഗവാൻ ചെയ്തതെന്നാണ്. ശരിയല്ലേ? അതെ 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 ശരിയാണ്. അതെ. കാരണം ഭഗവത് സ്വരൂപം നേരിട്ട് കണ്ടാൽ മാത്രം മതിയല്ലോ. മാത്രം മതി. ആ വിഗ്രഹാരാധനയുടെ ആ ഇമ്പോർട്ടൻസ് നന്നായിട്ട് കൊണ്ടുവരും. ഇതൊന്നും ഞങ്ങൾക്ക് അവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങി വന്ന് സ്തുതിക്കാൻ വന്നത്. അവിടെ ഇതൊന്നും ഇല്ലല്ലോ. കാരണം നിർഗുണസ്വരൂപനായിട്ടുള്ള ഭഗവാനെയും അതുപോലെ തന്നെ ഗുണാത്മകനായിട്ടും ഒക്കെ ദേവന്മാരെ അറിയുന്ന ആളിനെ ഇവിടെ ഈ അവതാര ലീലയിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന അപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ഭൗതിക ലോകത്തിനുള്ള മുക്തി ലഭിക്കാൻ കാരണമാകുന്നത്. ഹൃദയം പരിശുദ്ധമായി 10 ഗുണത്തിൽ ഉറച്ച് എല്ലാത്തിൽ നിന്നും വിട്ട് കർമ്മബന്ധത്തിന് മുക്തനാകാൻ പറ്റുള്ളൂ. ഇതാണ് സംസാരികൾക്ക് ശരിക്കും ഭഗവത് അവതാരം കൊണ്ടുണ്ടാകുന്ന പ്രയോജനം. എത്ര വ്യക്തമായിട്ടും ദ്വൈത സിദ്ധാന്തത്തെ സാക്ഷാത്കരിച്ചു ഭാഗവതം. അദ്വൈതം മാത്രമല്ലല്ലോ. അങ്ങ് വൈകുണ്ഠവാസിയായിരിക്കുന്ന ആത്മസ്വരൂപനായ ബ്രഹ്മം ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താണ്? അത് കൃഷ്ണൻ. ദ്വൈതത്തിലൂടെ അദ്വൈതത്തിലൂടെ എത്ര പറ്റൂ. ദ്വൈതം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കൊണ്ടുവന്ന ഒരു തത്വമാണ്. നമുക്ക് സ്തുതിക്കാൻ ഒരാൾ മുമ്പിൽ വേണ്ടേ? ഈശ്വര എന്നെ എന്ന് പറയണമെങ്കിൽ വേണ്ടേ? അത് മനുഷ്യന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാം ഈ സ്തുതിയിലാണ് ഇത് അന്തർഭവിപ്പിച്ചിരിക്കുന്നത്, ഈ തത്വം മുഴുവൻ. ശുദ്ധനൃണം നതു തഥേദ്യ ദുരാശയാനം വിദ്യാസുതേന ദാനതപക്രിയാഭി തത്വാത്മനാമഷപദേശി പ്രവൃദ്ധ ഭദ്രധയാ ശ്രവണസംഭൃതയാ യഥാ സ്യാദ്. ശുദ്ധനൃണം നതു തഥേദ്യ ദുരാശയാനം വിദ്യാസുതേന ദാനതപക്രിയാഭീം തത്വാത്മനാമഷപദേശി പ്രവൃദ്ധ ഭദ്രധയാ ശ്രവണസംഭൃതയാ യഥാ സ്യാദ്. ശുദ്ധനൃണം നതു തഥേദ്യ ദുരാശയാനം വിദ്യാസുതേന ദാനതപക്രിയാഭീം തത്വാത്മനാമഷപദേശി പ്രവൃദ്ധ ഭദ്രധയാ ശ്രവണസംഭൃതയാ യഥാ സ്യാദ്. അടുത്ത ശ്ലോകത്തിലോട്ട് കിടന്നാൽ 10 മിനിറ്റ് കൂടുതൽ എടുക്കേണ്ടി വരും. അവൻ നമുക്ക് സമയം അതിക്രമിച്ചു പോകും. നിങ്ങളുടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം സാർ. ഈ 7ാമത്തെ ശ്ലോകത്തിലെ സ്മ എന്ന് പറഞ്ഞിരിക്കുന്നതിന് വല്ല പ്രാധാന്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചത്. 7ാമത്തേലെ നതാഹസ്മ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് ഭൂതകാലത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് തീർച്ചയായും കാണിക്കാം. സ്മായ്ക്ക് പ്രത്യേകിച്ച് അവിടെ വ്യാഖ്യാനമൊന്നുമില്ല. ഇല്ല. സ്മ എന്ന് പറയുന്ന അഭ്യയമാണ് വാസ്തവത്തിൽ. എന്തിന്റെ കൂടെ നിൽക്കുന്നു ആ അർത്ഥത്തെ പരിപോഷിപ്പിക്കുക അതിന്റെ ലക്ഷ്യം. അത്രേ ഉള്ളൂ. അതിനെ ഒന്ന് പുകഴ്ത്തി കാണിച്ചെന്നേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളത്. ശരി ശരി. പലയിടത്തും പല അർത്ഥം വരാം സ്മയ്ക്ക്. അതാണ് ചോദിച്ചത്. വരാം. വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. വരും. എന്തിനോട് ചേർന്ന് നിൽക്കുന്നോ അതിനെ ഒന്നുകൂടി നന്നാക്കി എടുക്കലാണ് ലക്ഷ്യം. ഈ നിശ്ചയം തീർച്ച എന്നൊക്കെ അല്ലേ പറഞ്ഞത്? നിശ്ചയം ഉറപ്പായിട്ട് പറയണേന് സ്മ എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ പറഞ്ഞേ? അല്ലല്ല. തീർച്ചയായിട്ടും പറയാൻ വൈ എന്നുള്ള ഒരു വാക്കാ, ഒരു അഭ്യയമാണ് ഉപയോഗിക്കുക. സ്മയ്ക്ക് അതല്ല. ഏകാദശിയും ഭക്ഷണം ഒട്ടും കഴിക്കാത്തല്ലേ സാറേ? അതും ഇതുപോലെ. അതെ. ഏകാദശി എന്നത്തെ ശുദ്ധ ഉപവാസമാണ്. ഒരു ഭക്ഷണവും അന്ന് കഴിക്കരുത്. ഇപ്പൊ ചോറ് കഴിക്കരുത്, അരി ആഹാരം കഴിക്കരുതെന്നൊക്കെ പിന്നീട് നമ്മൾ വെറുതെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതെല്ലാം അന്നമയം തന്നെയാണ്. ഗോതമ്പായാലും അരിയായാലും. ഗോതമ്പ് കേരളീയരുടെ ഭക്ഷണമല്ല, കേരളത്തിൽ ഉണ്ടാകുന്നതല്ല ഗോതമ്പ്.
പിന്നെ എങ്ങനെയാണ്? നവധാന്യത്തിൽപ്പെട്ടതാണല്ലോ ഗോതമ്പും. അതെ, നവധാന്യത്തിൽപ്പെട്ടാണ്. അത് എന്നും ഭക്ഷണമായിട്ട് കഴിക്കാനുള്ളതല്ല. നമുക്ക് ചാമ കഴിക്കാം, കർമ്മത്തെ കുറിച്ച് ചാമ കഴിക്കാം, പയർ കഴിക്കാം. അത് കേരളത്തിന്റെ ഋതുവിൽ ഉണ്ടാകുന്നതാണ് കേരളീയർ കഴിക്കേണ്ടത്. ഫ്രൂട്ട്സും കഴിക്കാമല്ലോ സാറേ. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം. ഇവിടെയുള്ള പഴങ്ങൾ, വിദേശ പഴങ്ങളല്ല, ഇവിടെ കിട്ടുന്ന പഴങ്ങൾ. ആപ്പിള് കഴിക്കല്ലേ? അത് നമ്മളെ അല്ലല്ലോ. കാരണം ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇവിടെ വിളഞ്ഞുണ്ടാകുന്ന ഭക്ഷണസാധനവുമായിട്ട് നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയവും പൊരുത്തപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ. അതിന് വിപരീതമായി വന്നാൽ ആ ഭക്ഷണം വിഷമായി പരിണമിക്കും ഉള്ളിൽ. ഇതാണ് ആയുർവേദം പറയുക. ഋതുചര്യയിൽ പ്രത്യേകിച്ച് പറയും ആയുർവേദത്തിൽ. ഓരോ ഋതുക്കളിലും നമുക്കിപ്പോ ഒരു ഋതുക്കളിലും ഒന്നും ഇവിടെ കിട്ടുന്നില്ലല്ലോ. അവിടെയാണല്ലോ കുഴപ്പം. ഒരു ഋതുക്കളിലും ഇവിടെ അല്ല, എന്താണ്, ചക്കയും മുരിങ്ങയും മാങ്ങയും ഒക്കെ നമ്മളാരും ചെയ്തിട്ടല്ല, പക്ഷെ ആ ഒരു ഋതുവിലുണ്ടാവും. അല്ല, അതേ ഉള്ളൂ ഇപ്പം. അത് ആർക്കും വേണ്ടതാനും അത്ര. അത് ആ ഋതുവിൽ അത് കഴിക്കണം. അതെ, അങ്ങനെ ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയും അവിടുത്തെ പ്രത്യേകതയ്ക്കും അനുസരിച്ചിട്ടാണല്ലോ അത്ര പറ്റും. അതെ, കാരണം ഏറ്റവും കൂടുതൽ തണുപ്പുള്ള പ്രദേശത്തിൽ ഗോതമ്പ് ധാരാളം കഴിക്കണം. ഗോതമ്പും അതുപോലെ അവർക്ക് അതിന് പറ്റിയ മറ്റു സാധനങ്ങളും. അതെ, അതാ വെച്ചിരിക്കുന്നത്. നമ്മളെ അനുകരിച്ചിട്ട് ഞങ്ങൾ ഇനി അതാ കഴിക്കുന്നത് പുറപ്പെട്ടാൽ എന്നുള്ളതില്ല. പക്ഷെ ഇനിയിപ്പോ ഒന്നും പറഞ്ഞ കാര്യമില്ല. എല്ലാം കൂടെ കൂടി ഒരു സങ്കരാവസ്ഥയിലാണ്. എന്നല്ല, നമുക്ക് ഇവിടുത്തെ ഒന്നും വേണ്ടതായിരുന്നു. നമുക്ക് വെളിയിൽ നിന്ന് വരുന്നത് മാത്രം മതി. ജീവിക്കാൻ പറ്റാതെ ഇവിടുത്തെ മാത്രം കഴിക്കാമെന്ന് പിന്നെ പഴങ്ങള്, വെള്ളം പോലും നമുക്ക് ഇവിടുത്തെ ശുദ്ധമായ വെള്ളം വേണ്ടല്ലോ. അതെ, നമ്മുടെ വെള്ളമാണ് ഏറ്റവും. ഇതെല്ലാം നമുക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മാത്രം മതി. നമ്മളിതൊന്നും വേണ്ട എന്നുള്ള മട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങൾ കുന്നുകൂടി വളർന്ന് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ആയുർവേദം പറയുന്നത്. ബുധനാണ് സാർ ചാമേരി. ചാമേരി, ചാമ. കടലയാണ് വ്യാഴം. അതെ, ഈ 9 പേർക്കും ഉണ്ടല്ലോ. ശുക്രന് ചെറുപയറാണ്. അതാവാം. ശനിക്ക് എള്ളാണ്. രാഹുവിന് ഉഴുന്നാണ്. കേതുവിന് മുതിരയാണ്. ആദിത്യന് ഗോതമ്പാണ്. ചന്ദ്രനാണ് തോമര. ഇങ്ങനെ 9 എണ്ണം ഉണ്ട്. 9 പേർക്ക് 9 എണ്ണം നവധാന്യങ്ങൾ അവരുടെ അധിഷ്ഠാനമാണ്. അതെ. കടലയാണ് വ്യാഴത്തിന്. വിഷ്ണുവിന് ചില ക്ഷേത്രങ്ങളിൽ കടലനിധിയുണ്ട്. വിഷ്ണുവിന് പ്രാധാന്യം, വ്യാഴത്തിന് പ്രാധാന്യമായിട്ട്. ഇത് കാരണം ഈ നവധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് മാത്രം ഉള്ളതല്ല, ഭാരതമെമ്പാടും ഉള്ളതാണ്. അതെ. അപ്പൊ കടല ധാരാളം വിളയുന്ന സ്ഥലത്ത് അതുകൊണ്ട് തന്നെ ആവാം. അതുകൊണ്ടാണ് ഇപ്പൊ അതായത് ദേശത്തിലുണ്ടാകുന്ന കേരളമായാലും തമിഴ്നാടായാലും ഡൽഹി ആയാലും അവിടെയൊക്കെ എന്ത് വിളഞ്ഞുണ്ടാകുന്നു അതാണ് അവരുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഭക്ഷണം. അത് അവരവർ കഴിക്കട്ടെ എന്നാണ് വെച്ചിരുന്നത്. ഋതുചര്യയിൽ ആയുർവേദം പ്രത്യേകം പറയരുത്. കാരണം നമ്മൾ ഓരോ ഋതുക്കളിലും ഉണ്ടാക്കുന്ന ഈ ഭക്ഷണങ്ങളിലെ സ്വാദ് ഓരോ ശരീരത്തിനും ആവശ്യമാണ്. ഓരോ ഋതുവിലും വ്യത്യസ്തമാണ് ആവണം. അതെ. അവിയൽ ഉണ്ടാക്കുന്നത് 4 ഋതുവിൽ 4 ടേസ്റ്റാണ്. അതെ. കാരണം ഇന്നിപ്പോ അവിയല് 12 മാസം ഒരേ ടേസ്റ്റാണ്. കാരണം ഒരേ കഷ്ണം ഇടുക, മാറത്തേ ഇല്ല. 12 മാസവും ഒരേ കഷ്ണം തന്നെ. എന്താണ്, മുരിങ്ങയ്ക്ക ഉണ്ടാകും, മാങ്ങ ഉണ്ടാകും, അതുപോലെ ക്യാരറ്റ്. അത് നമുക്ക് കേരളത്തിൽ ഉണ്ടാകുന്നതല്ല, അതുണ്ടാകും. ഇതില്ലാത്ത അവിയൽ നമുക്ക് കൂട്ടാൻ പറ്റത്തേ ഇല്ല. ഇത് നമുക്ക് എന്തായിട്ട് മാറും? രോഗമായിട്ട് മാറും. അത് വിഷമായിട്ട് മാറി രോഗമായിട്ട് മാറും. നമ്മളുടെ ചേനയും ചേമ്പും കാച്ചിലും ഉണ്ടാകുന്നത് അത് മാത്രം ഇട്ടായിരുന്നു അവിയൽ വെച്ചിട്ടുള്ളത്. ചക്ക ഉണ്ടാകുമ്പോൾ ചക്കയും മാങ്ങയും മാത്രം ഇട്ട് അവിയൽ വെക്കുമായിരുന്നു. ചക്കക്കുരും മാങ്ങായും അത്രേ ഉള്ളൂ. അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കർക്കിടക മാസം വരുമ്പോ താളും ഓമയ്ക്കയും മാത്രം ഇട്ട് അവിയൽ വെക്കുമായിരുന്നു. ഇങ്ങനെ അതെ, അത് മാത്രം ഇട്ട് അവിയൽ വെക്കുമായിരുന്നു.
അന്നേരം മാങ്ങ എടുക്കില്ല, പുളി മാത്രമേ എടുക്കുള്ളൂ. ഇങ്ങനെ ഈ ടേസ്റ്റ് വ്യത്യാസം വാസ്തവത്തിൽ കേരളീയർക്ക് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇതെല്ലാം മാറി ഇന്ന് എന്ന് സാമ്പാർ കൂട്ടിയാലും അവിയൽ കൂട്ടിയാലും ഒരേ സ്വാദ്. അതാണ് ഈ മടുക്കുന്നത്. കഷ്ണങ്ങൾ മാറ്റിവെക്കാൻ നമ്മൾ ഋതു അനുസരിച്ച് ചെയ്യണം എന്ന് ആയുർവേദം ഋതുചര്യയിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടെങ്കിലും ഇരിക്കാം, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രായോഗികമായിട്ട് നടക്കത്തില്ല സാറേ. അതെ. ഇതിന് കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് ഇത് ദോഷം മനസ്സിലാക്കിയിരുന്ന ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് മാത്രമല്ല. കാരണം ഇപ്പൊ ക്യാരറ്റ് ഇല്ലാത്ത ഒരു ഭക്ഷണം നമുക്കില്ല. പണ്ട് ഓണത്തിന്റെ ഒക്കെ സമയത്താണ് ഇതേമാതിരിയുള്ള നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഈ പച്ചക്കറികളൊക്കെ, ഈ പൊട്ടാറ്റോ, ക്യാരറ്റ്, ഇങ്ങനത്തെ സവാള പോലും ആ സമയത്തായിരുന്നു. അത്രേ ഉള്ളൂ. എന്നും ഇതൊന്നും നമ്മളെ ഉപയോഗിച്ചിരുന്നതല്ല. അന്ന് ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് ഇതൊക്കെ അന്ന് പുറത്തു അല്ലാത്ത സമയത്ത് ബാക്കിയെല്ലാം നമ്മുടെ ഇവിടുത്തെ സാധനങ്ങൾ തന്നെയായിരുന്നു. പപ്പടം പോലും അത്രേ ഉള്ളൂ. അതെ. വിശേഷ സന്ദർഭത്തിലല്ലേ എടുക്കാറുള്ളൂ. വിഷു, ഓണം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് മാത്രമേ പപ്പടം കൂട്ടാറുള്ളൂ. അന്ന് അതുകൊണ്ട് പപ്പടത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതാണ് അതിനെ ഗുണമതാണ് ആ സമയത്ത് ഇതാകാവുന്നത്. ഇപ്പം അത് ഒത്തിരി ഭക്ഷണകാര്യത്തിന്റെ ചര്യകൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതൊന്നും നമ്മുടെ നിത്യ ആഹാരത്തിൽ പെടുത്താവുന്ന സാധനങ്ങളല്ല ശരിക്കും. അതാ നിത്യ ആഹാരത്തിൽ പെടുത്താവുന്നതല്ല. അതൊന്നും അറിഞ്ഞിരിക്കണം. അത്രയ്ക്ക് പ്രിസർവേറ്റീവ്സും ഉപ്പും എല്ലാം അതിനകത്തുള്ളതല്ലേ. എല്ലാം ഉള്ളതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ തന്നെ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രഷറില്ലായിരുന്ന പണ്ട് സുഭിക്ഷത വന്നതുകൊണ്ടാണ് ഇത്രയും വലിയ കുഴപ്പം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ഇതും പോരാ. യൂട്യൂബിൽ നോക്കി പുതിയ പുതിയ കോമ്പിനേഷനുകൾ കണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒന്നുകൊണ്ടും തൃപ്തിയല്ല. അതുകൊണ്ടാണ് വേറെ അന്വേഷിച്ചു പോകുന്നത്. ഇതൊക്കെ മതി എന്ന് ഈ ഫാദാണ് എനിക്ക് വേണ്ട, ഇത്രേ വേണ്ടു എന്ന് വിചാരിക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നതുകൊണ്ട് പിന്നെയും തപ്പി നടക്കാം. ഇപ്പം ഒരുപാട് പേര് പണ്ടത്തെ മെനു ഇങ്ങനെ ആയി വരുന്നുണ്ട് അല്ലേ യൂട്യൂബിൽ. പ്രത്യേകിച്ച് നമ്മുടെ പഴയ ഇപ്പം എല്ലാവരും ഇപ്പൊ ഈ പഴയ നമ്മുടെ മൺപാത്രങ്ങളിലാണല്ലോ ഇപ്പൊ. അതിലേക്ക് കുറേശ്ശെ മാറി തുടങ്ങി. മറ്റേ കേടുകളൊക്കെ മനസ്സിലാക്കി. അലുമിനിയം ഒക്കെ മാറി, സ്റ്റീല് മാറി, ഓടും ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിലേക്ക് തിരിച്ചുവരവുണ്ടായാൽ രോഗങ്ങളെ നിയന്ത്രിക്കാം. പക്ഷെ നല്ല മൺപാത്രങ്ങൾ ഇപ്പൊ കിട്ടാൻ വലിയ പ്രയാസമാണ്. അതും നിലപാടാണ്. ഉണ്ടാക്കുന്നവരില്ല. അതിന് വരെ എല്ലാരും ചിയാ സീഡ് ഇത് സീഡുകൾ മേടിച്ചു. പണ്ട് 3 മാസം ചക്കക്കുരു തന്നെയാണ് ആയിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. 500 വർഷം നിൽക്കേണ്ട ഒരു വൃക്ഷത്തിന്റെ വിത്താണ്. അത് കഴിച്ചാൽ മതി. എന്റെ അമ്മൂമ്മ പറയും തടി പ്ലാവ് പോലെ ആക്കും ചക്കക്കുരു കഴിച്ചു കഴിഞ്ഞാൽ. 500 വർഷം നിൽക്കേണ്ട ഒരു വൃക്ഷത്തിനുള്ള എല്ലാ സാധനവും ആ കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സാറ് പറഞ്ഞ ഒരു കാര്യം, ഇതിങ്ങനെ അമ്മൂമ്മയൊക്കെ പറഞ്ഞാൽ കേട്ടോ, അവിയൽ 3 തരത്തിലാ. ഒന്ന് ഓണത്തിന്റെ അവിയൽ എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ, വെള്ളരിക്ക. അതാ പറഞ്ഞ കഷ്ണങ്ങളുടെ യോഗം മാറ്റിക്കൊണ്ടേ ഇരുന്നിരുന്നു അന്ന്. ആ കഷ്ണം വെള്ളത്തിൽ നിന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ വെള്ളം ചേർക്കണ്ട. അത് മഴക്കാലത്തേതായതുകൊണ്ട് അതിന്റെ വെള്ളത്തിൽ അത് വേവും. അതിനകത്ത് വെള്ളമുണ്ട്. പിന്നെ ചേമ്പിന്റെ തട, താള, കപ്പളങ്ങ, അതാണ് ശരിക്കും ഏറ്റവും രുചിയുള്ള അവിയല്. പിന്നെ കുംഭമാസമായാല് ചക്കയുടെ സാധനങ്ങൾ, മാങ്ങ, പടവല. മകരകുംഭമീന ഈ 3 മാസം ചക്കയും മാങ്ങയും ഒക്കെ ചേർത്താം. ചക്കക്കുരു, ചക്കമടല്, മാങ്ങ. ഓണത്തിന്റെ അവിയലിന് വാളംപുളി പുളിയാകുന്നത്. അത്രേ ഉള്ളൂ. മാങ്ങ എടുക്കില്ല. മേടത്തിലെ അവിയലിന് മാങ്ങ. അത്രേ ഉള്ളൂ. മാങ്ങ ഉണ്ടാകുന്ന സമയത്തല്ലേ മാങ്ങ കൂട്ടാവുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് കല്യാണ സദ്യക്കൊക്കെ ചെന്നാൽ ഈ കായൊക്കെ ഇട്ട് വെക്കുന്ന അവിയലിന് മാങ്ങ ഇടുന്നതാണ്. അപ്പൊ ആ മാങ്ങ കാ കടിച്ചു നോക്കുമ്പോ മാങ്ങയുടെ പുളി പിടിച്ചിട്ട് വേറൊരു രുചിയാ അതിന്. അത് ശ്രദ്ധിച്ച് കഴിച്ചാൽ നമുക്ക് മനസ്സിലാകും. 12 മാസം അവര് മാങ്ങ ഉപയോഗിക്കത്തില്ല, പുളി ചേർക്കില്ല. പുളി വാളംപുളി പിഴിയുന്നത് അറിയാമല്ലോ. അപ്പൊ മാങ്ങ കിട്ടുമല്ലോ. 120 രൂപയാണെങ്കിൽ മാങ്ങ കിട്ടും. അത് വാങ്ങിച്ചിട്ട് 120 രൂപ 1 കിലോ മാങ്ങ. അതുകൊണ്ട് സദ്യ ഉണ്ടാകും മടുക്കും നമ്മളിപ്പോ. അതെ. അവിയൽ ഉപയോഗിച്ചു. ധനുമാസായ ചേന വിത്തായ എന്നാ പറയുന്നത്. ധനുമാസായ ചേന വിത്തായ എന്നാ പറയുക. പക്ഷെ ധനുവിലും മകരത്തിലും വിത്തായ സമയത്തും നമ്മള്
സദ്യക്കൊക്കെ ചെന്നാൽ ചേന നിറച്ചരിഞ്ഞിട്ട് അവിയലാണ്. അതിന് പുളി മാങ്ങയോടും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ ഭക്ഷണ രീതി തെറ്റിപ്പോയത്. ഒത്തിരി മാറിപ്പോയി. അതുകൊണ്ടാണ് രോഗം കൂടി വന്ന അങ്ങനെ. ഞങ്ങളുടെ തലമുറയ്ക്കൊക്കെ പിന്നെ അമ്മൂമ്മമാര് പറഞ്ഞെങ്കിലും എന്തെങ്കിലും അറിയാം. ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒട്ടും അറിയത്തില്ല, ഒന്നുമില്ല. പിന്നെ അസുഖമൊക്കെ വരുമ്പോ അവര് തിരിച്ചു പോകട്ടെ. പോയാൽ നന്നായി. അപ്പൊ നമുക്ക് ഇന്ന് പ്രസംസിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിലാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇപ്പൊ ചേന ഇനി ഒരു മാസം കൊണ്ട് ചേന കൂട്ടാൻ പറ്റില്ല, വിത്താകും. ചനയുള്ള പശുവിന്റെ പാല് കുടിക്കാൻ കൊള്ളൂ. അതുപോലെ വിത്ത് അതിനൊരു ഗുണവും ഇല്ല. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരുങ്ങുക.